ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 25ാമത്തെ പാർട്ടാണ്. ഒന്ന് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? വർണ്ണയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ നോക്കി ചുണ്ടിൽ ഒളിപ്പിച്ച കള്ളച്ചിരിയുമായി ദത്തൻ ബുള്ളറ്റ് ചാടി നിന്നു. വർണ്ണയല്ലേ? അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് തിരക്കിലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കാറിൽ നിന്നിറങ്ങിയ സ്ത്രീ വർണ്ണയെ നോക്കി പറഞ്ഞു. മറുപടിയെ വർണ്ണ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. മനസ്സിലെ പരിഭ്രമം മുഖത്ത് വരാതിരിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഞാൻ മാലതി, ദത്തന്റെ അമ്മായിയാണ്. ദത്തന്റെ അച്ഛൻ എൻ്റെ ആങ്ങളെയാണ്. ആ സ്ത്രീ വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങി. വർണ്ണ ദത്തന്റെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും അവൻ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. ആ സ്ത്രീക്കൊപ്പം വേറെ 1-2 ആളുകളെ ഉണ്ടായിരുന്നു. അവർ ദത്തന്റെ അകന്ന ചില ബന്ധുക്കളാണ്. അല്ല, വീട്ടിൽ വന്ന അതിഥികളെ മുറ്റത്ത് തന്നെ നിർത്തുകയാണോ? അകത്തേക്ക് വിളിക്കുന്നില്ലേ? ആ സ്ത്രീ ചോദിച്ചു. സോറി, ഞാൻ ആ കാര്യം മറന്നു. അകത്തേക്ക് വരൂ. പറഞ്ഞ അവരകത്തേക്ക് ക്ഷണിച്ചു. ചന്തുവിന്റെ അമ്മ അവരെ നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചു. അതേസമയം അവർ എന്തിനാണ് വന്നത് എന്ന കാര്യം അറിയാത്തത് കൊണ്ടുള്ള ടെൻഷനായിരുന്നു വർണ്ണയ്ക്ക്. ഞങ്ങൾ വർണ്ണയെ കണ്ട് ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. ഒരു 4 കൊല്ലം മുമ്പ് ദേവന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം വർണ്ണയ്ക്ക് അറിയാലോ. എൻ്റെ മോള് പാർവതിയും ദേവനും തമ്മിലുള്ള വിവാഹം അവരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു വെച്ചതായിരുന്നു. ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് അതങ്ങ് മുടങ്ങിപ്പോയി. അതിനിടയിൽ ദേവന് ചെറിയൊരു കയ്യബദ്ധം പറ്റി. അതാ കുട്ടിയുമായുള്ള കല്യാണം നടന്നേ. പക്ഷേ ഇപ്പോഴും ദേവന്റെ മനസ്സിൽ പാറു മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞതും വർണ്ണ ദത്തന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അവൻ അപ്പോഴും വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുമായിരുന്നു. പാറു ഇപ്പോഴും തറവാട്ടിലെ ദേവന് വേണ്ടി കാത്തിരിക്കുക. ദേവന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ എൻ്റെ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല. തറവാട്ടിൽ എനിക്കും എൻ്റെ ഭർത്താവിനും ദേവന്റെ അച്ഛനും മാത്രമേ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് അറിയുള്ളൂ. മറ്റാരെങ്കിലും അറിയുന്നതിന് മുമ്പ് കുട്ടി ദത്തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ദേവനും പാർവതിയും തമ്മിൽ സ്നേഹിക്കുന്നവരല്ലേ? അപ്പോൾ അവരല്ലേ ഒന്നിക്കേണ്ടേ? കുട്ടി ഞങ്ങളെ സഹായിക്കണം. ദത്തനെ ഞങ്ങൾക്ക് വിട്ടുതരണം. വർണ്ണ ദത്തനെ നോക്കുമ്പോൾ അവനും വർണ്ണയെ തന്നെ നോക്കി നിൽക്കാണ്. അവളുടെ മറുപടി കേൾക്കാനെന്ന പോലെ. ഞങ്ങൾ ദേവനോട് സംസാരിച്ചിരുന്നു. വർണ്ണയ്ക്ക് സമ്മതാണെങ്കിൽ അവൻ വർണ്ണയെ ഉപേക്ഷിച്ച് തറവാട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ കുട്ടിയുടെ കാല് പിടിക്കാം. ദേവന് ഞങ്ങൾക്ക് തരണം. അവനെ കാത്ത ഒരു പെൺകുട്ടിയും ഒരു കുടുംബവും ആ തറവാട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. കുട്ടിക്ക് നഷ്ടപരിഹാരമായി എന്തു വേണമെങ്കിലും ഞങ്ങൾ തരാം. എനിക്ക് നഷ്ടപരിഹാരമൊന്നും വേണ്ട. ദത്തിന് പാർവതി ഇഷ്ടമാണെങ്കിൽ അവന് നിങ്ങളുടെ കൂടെ വന്നോട്ടെ. ഞാനൊരു ശല്യത്തിനായിട്ട് വരില്ല. അത് പറഞ്ഞ് അകത്തേക്ക് പോയി. അവൾ നേരെ ബെഡിൽ വന്ന് കണ്ണടച്ച് കിടന്നു. അപ്പോഴും ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. കുറച്ചു കഴിഞ്ഞതും കാറും ദത്തന്റെ ബുള്ളറ്റും പടി കടന്നു പോകുന്ന ശബ്ദം അവൾ കേട്ടു. മോളെ. കുറച്ചു കഴിഞ്ഞ് ചന്തുവിൻ്റെ അമ്മ റൂമിലേക്ക് വന്നു. എന്താ ചേച്ചിയെ? അവൾ എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് ചോദിച്ചു. മോളെന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? മോൾക്ക് ദത്തനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയോ? എന്തിനാ പിന്നെ ദത്തനെ പിരിയാൻ സമ്മതാന്ന് പറഞ്ഞേ? അവർ അവളുടെ അരികിലായിരുന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ദത്തനെ പിരിയൊന്ന് പറഞ്ഞില്ലല്ലോ ചേച്ചി. ദത്തന് പാർവതി ഇഷ്ടമാണെങ്കിൽ അവൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നല്ലേ. ഞാനൊരിക്കലും ശല്യത്തിനെ വരില്ല എന്നല്ലേ പറഞ്ഞേ. അത് ദത്തനെ പിരിയാൻ സമ്മതാന്ന് പറയാതെ പറഞ്ഞല്ലേ? ഒരിക്കലല്ല ചേച്ചി. തീരുമാനം ഞാൻ ദത്തന് കൊടുത്തതാണ്. അവൻ്റെ തീരുമാനം എന്താന്ന് എനിക്കറിയാം. ചേച്ചി വെറുതെ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെടണ്ട. നമ്മൾ തമ്മിൽ അധിക കാലത്തെ പരിചയമില്ലെങ്കിലും എനിക്ക് നീ എൻ്റെ അനിയത്തി തന്നെയാ. എന്തായാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും. മോള് വന്ന് ഭക്ഷണം കഴിക്കേ. പറഞ്ഞ ചേച്ചിയുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി വന്നു. ഡി ചേച്ചി വാ, നമുക്ക് ലൂഡോ കളിക്കാം. ചന്തു ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചന്തു, നീ പോയി പഠിക്കാൻ നോക്കിയ. ചേച്ചിക്ക് വയ്യ. ചേച്ചി എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നോട്ടെ. അവിടുത്തെ ചേച്ചി പറഞ്ഞു. ഫുഡ് ഇപ്പൊ വേണ്ട ചേച്ചി. വാ ചന്തു, നമുക്ക് കളിക്കാം. പറഞ്ഞ അവൻ്റെ അടുത്ത് വന്നിരുന്ന് കളിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വർണ്ണ റൂമിലേക്ക് പോയി. ചന്തു അവൻ്റെ അമ്മയും ഉമ്മർത്തിരിക്കുകയാണ്. ചന്തുവിൻ്റെ ഹോംവർക്ക് ചെയ്യാണ് രണ്ടുപേരും. അമ്മേ, ദേ ദത്തേട്ടൻ. പടി കടന്നു അകത്തേക്ക് നടന്നു വരുന്ന ആളെ കണ്ട് ചന്തു പറഞ്ഞു. ദത്തേട്ടാ. അവൾ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി. വണ്ടി എവിടെ? എന്ത് നടന്നു വരണേ? വണ്ടി റോഡിലിരിക്കുക.
അതും പറഞ്ഞ് അവൻ ചെരുപ്പായി ചുമർത്തേക്ക് കയറി. അവളെവിടെ ചേച്ചി? റൂമിലുണ്ട്. ഇത്രയും നേരം ദേ ഇവനോടൊപ്പം ഇരുന്ന് കളിക്കായിരുന്നോ? കുറച്ച് മുമ്പ് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയതുള്ളോ? ദത്തനൊന്ന് മൂളി. നീ വല്ലതും കഴിച്ചാ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. അത് പറഞ്ഞ ദത്തനകത്തേക്ക് കയറിപ്പോയി. ചാരിയിട്ടിരുന്ന വാതിൽ അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ തുറന്നു. റൂമിനുള്ളിൽ മുഴുവൻ ഇരുട്ടാണ്. വർണ്ണ ചുമരിന്റെ സൈഡിലേക്കാണ് തിരിഞ്ഞു നടക്കുന്നത്. ദത്തൻ പതിയെ മുന്നോട്ട് നടന്നതും ഫോണിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം വ്യക്തമായി അവൻ കണ്ടു. ഫോണിൽ എന്തോ കണ്ട് നല്ല ചിരിയിലാണ് വർണ്ണ. അവൻ ശബ്ദമുണ്ടാക്കാതെ 2 അടി മുന്നോട്ട് വെച്ചതും വർണ്ണ ബെഡിൽ നിന്നും ചാടി എണീറ്റു. ദത്ത! അവളുടെ വിളി കേട്ട് ദത്തനും നമ്പരുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെയല്ലേ വന്നത്? നീ അറിയാണ്ടിരിക്കാൻ ബുള്ളറ്റ് പോലെ റോഡിൽ വെച്ചിട്ടാ വന്നേ. എന്നിട്ട് ഞാൻ വന്നത് നീ എങ്ങനെ അറിഞ്ഞേ? അവളുടെ അരികിലിരുന്നോണ്ട് ദത്തൻ ചോദിച്ചു. നീ ഹിന്ദി സീരിയല്, നിന്റെ സീരിയൽ കഥയും കാറ്റിന്റെ കാര്യമാണ് പറയാൻ വരുന്നതെങ്കിൽ അത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. സത്യം പറയടി, ഞാൻ വന്നത് നിനക്ക് എങ്ങനെ മനസ്സിലായേ? നിന്റെ ഈ പെർഫ്യൂം, നീ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഈ സ്മെല്ല് നിറഞ്ഞിട്ടുണ്ടാവും. അവളത് പറഞ്ഞത് ദത്തൻ പുഞ്ചിരിച്ചു. ഞാൻ കരുതി ഞാൻ പോയതുകൊണ്ട് നീ ഇവിടെ കണ്ണീര് ഒലിപ്പിച്ച് കിടക്കുമായിരിക്കുന്നു. ഇതിപ്പോ നിന്റെ മുഖം കണ്ടിട്ട് വലിയ സങ്കടമൊന്നും തോന്നുന്നില്ലല്ലോ. ദത്തൻ ബെഡിലേക്ക് കടന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്തിനാ സങ്കടപ്പെടണേ? എന്തായാലും കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ പിരിയും. കുറച്ചു നേരത്തെയാണെന്ന് കരുതിയാ പോരെ, അത്രേ ഉള്ളൂ. അവള് ദത്തന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ശരിക്കും? അവൻ നെറ്റി ചൊളിച്ചോണ്ട് ചോദിച്ചു. എനിക്കറിയാം ദത്ത നിന്റെ മനസ്സ്. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ നമ്മളോട് സ്നേഹം ഇല്ലാതെ സ്നേഹം അഭിനയിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ മനസ്സിലുള്ള സ്നേഹം മറച്ചു വെച്ച് പുറത്ത് ദേഷ്യം അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്കറിയാം നിന്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന്. അത് നീ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണുകളിൽ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഓലക്കാണ് നിന്നോട് ആരതൊക്കെ പറഞ്ഞ്? ഓലക്കല്ല, ആട്ടുകല്ല്. ഞാനും കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാ, എനിക്കതൊക്കെ അറിയാം. അവൾ പൂച്ചത്തോട് പറഞ്ഞു. എങ്ങനെ? കോകില ചേച്ചിയെ കാണുമ്പോൾ ജിത്ത് ചേട്ടൻ്റെ കണ്ണിലെ അതേ തിളക്കം എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണിലുണ്ട്. ഇപ്പോഴും എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. പറഞ്ഞത് പറഞ്ഞു ദത്തൻ പെട്ടെന്ന് തന്നെ ഒരു പതർച്ചയോടെ അവളുടെ മുഖത്ത് നിന്ന് അവൻ്റെ ദൃഷ്ടി മാറ്റി. എന്തിനാ ദത്ത അങ്ങനെ വെറുതെ അഭിനയിക്കണേ? നിനക്കെന്താ വട്ടായ? വെറുതെ ഓരോന്ന് പറയണു. എനിക്കങ്ങനെയൊന്നുമില്ല. അത് പറഞ്ഞ ദത്തൻ മലർന്നു കിടന്നു. 2 കൈകളും നെഞ്ചിൽ പിണച്ചു വെച്ച് മുകളിലേക്ക് നോക്കി അവൻ കിടന്നു. കുറച്ചു കഴിഞ്ഞ് വർണ്ണ നീങ്ങി അവൻ്റെ അടുത്തേക്ക് എത്തി. നെഞ്ചിൽ വെച്ചിരിക്കുന്ന അവൻ്റെ കൈകൾ എടുത്തു മാറ്റി. വർണ്ണ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. ദത്ത! അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് പിടിച്ച് കളിച്ചുകൊണ്ട് അവൾ വിളിച്ചു. ദത്ത! ദത്ത! എന്താടി? നാട്ടിൽ പോയിട്ട് തറവാട്ടിൽ പോയോ? അമ്മയെ കണ്ടോ? അവൾ ചോദിച്ചു. അമ്മയെ കണ്ടു, പക്ഷെ തറവാട്ടിലേക്ക് പോയില്ല. അതെന്താ? അവൾ തല ഉയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. പോവാൻ തോന്നിയില്ല. പിന്നെ ആവശ്യം അവരുടെയാണല്ലോ. അപ്പോൾ അവർ ഞാൻ എവിടെയാണെങ്കിലും അവിടെ വന്ന് കണ്ടോളും. അപ്പോൾ നീ ഇത്രയും ദിവസം എവിടെയാ നിന്നേ? ഞാനൊന്ന് പറഞ്ഞില്ലേ ധ്രുവി, അവൻ്റെ വീട്ടിലാണ് നിന്നേ. മുത്തശ്ശിയുടെ അനിയത്തി, അതായത് ചെറിയ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ് ധ്രുവി. എൻ്റെ ബന്ധുക്കളിൽ അവനുമായിട്ട് മാത്രമേ ഞാനിപ്പോൾ കോണ്ടാക്റ്റുള്ളൂ. അവരിപ്പോൾ ബാംഗ്ലൂരിലാണ്. അടുത്ത മാസം തിരിച്ചു വരും. അവരെ വീട് ഒഴിഞ്ഞു കിടക്കണേ. അവിടെയാണ് ഇത്രയും ദിവസം ഞാൻ നിന്ന്. ധ്രുവി എന്ന് പറയുമ്പോൾ ആ ഡോക്ടറാണോ? അവൾ വിളിച്ച ശരിയോട് ചോദിച്ചു. ആണെങ്കിൽ ഒന്നുമില്ല. അവൾ മുഖത്ത് ചെറിയ നാണം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? അമ്മ എന്ത് പറയാൻ, കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞ തറവാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ചോദിക്കായിരുന്നു. ആ പെണ്ണും പിള്ള അല്ല നിന്റെ അമ്മായില്ലേ, ആളത്ര ശരിയല്ല അല്ലേ? അവനൊന്ന് മൂള മാത്രം ചെയ്തോ. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. തറവാട്ടിലെ കാര്യങ്ങൾ ദത്തനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഓരോന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സ് വിഷമിക്കണ്ടെന്ന് കരുതി വർണ്ണ അതിന് നിന്നില്ല. കണ്ണുകളടച്ച് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൾ കിടന്നു. ദത്തൻ അവൻ്റെ കൈകൾ കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. വർണ്ണ പറ ദത്ത.
നീ എന്തെന്നെ കുറിച്ചൊന്നും ചോദിക്കാത്ത? ഞാൻ ആരാണെന്നോ എന്താണെന്നോ നിനക്കറിയണ്ടേ? എനിക്കറിയണമെന്നുണ്ട്, പക്ഷേ ഞാൻ ചോദിച്ച് സങ്കടപ്പെടുത്തണ്ട. നിനക്ക് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. ഇനി നീ എങ്ങനെയാണെങ്കിലും എന്തായിരുന്നെങ്കിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ദത്തൻ പറയാൻ തുടങ്ങി. പാലക്കൽ തറവാട് ആലത്തൂരിലെ തന്നെ ഏറ്റവും തലവെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന തറവാടായിരുന്നു. അവിടുത്തെ തറവാട്ടമ്മയായ രേണുകമ്മ, നമ്മുടെ മുത്തശ്ശി. അവർക്ക് 3 മക്കൾ. മൂത്തവൻ മുകുന്ദൻ വർമ്മ, രണ്ടാമത്തത് മാലതി. ഇവിടെ ഇന്ന് വന്നില്ലേ ആ സ്ത്രീ, ഇളവൻ മഹാദേവൻ. മുകുന്ദൻ വർമ്മ, അതായത് നമ്മുടെ പപ്പയ്ക്ക് 3 മക്കള്. മൂത്തവൻ ദേവരാഗ് എന്ന രാഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഭാര്യ ദർശന. രണ്ടാമത്തത് ദേവദത്തൻ എന്ന ദേവ, ഭാര്യ വർണ്ണ. ഇളയവൾ ദേവശില്പ എന്ന ശില്പ, ശീലൂന്നും വിളിക്കും. ഡിഗ്രി 3rd ഇയറിന് പഠിക്കണു. മാലതി ഭർത്താവ് രാജശേഖരൻ. മക്കളെല്ലാവരും കൂടെ വേണം എന്ന മുത്തശ്ശിയുടെ ആഗ്രഹം കാരണം അമ്മാവനും കല്യാണം കഴിഞ്ഞ കാലം മുതൽ തറവാട്ടിൽ തന്നെയാണ്. അവർക്ക് 3 മക്കളാണ്. മൂത്തവൻ പാർത്ഥിത്ത്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. രണ്ടാമത്തത് പാർവതി എന്ന പാറു, എഞ്ചിനീയർ ആണ്. ഇളയവർ പൂർണിമ, ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യണു. അടുത്തത് ഇനി മഹാദേവൻ, ഭാര്യ സുധാമ്മ. അവർക്ക് 2 മക്കള്, ശ്രീരാഗും ശ്രീഭദ്രയും. ശ്രീരാഗ എന്ന ശ്രീ MBA കഴിഞ്ഞു. ശ്രീഭദ്ര എന്ന ഭദ്ര ഡിഗ്രി ചെയ്യണു. അവളും ശീലും ഒരേ പ്രായമാണ്. തറവാട്ടിലെ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ജനിച്ച പെൺകുട്ടിയാണ് പാർവതി. അതുകൊണ്ട് തന്നെ പാർവതിയോട് പണ്ട് മുതലേ ഒത്തിരി സ്നേഹക്കൂടുതലാണ്. ചെറുപ്പം മുതലേ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചാണ്. എൻ്റെ 27ാമത്തെ വയസ്സിലാണ് എൻ്റെയും പാർവതിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. അന്ന് അവൾക്ക് 24 വയസ്സ്. ചെറുപ്പം മുതൽ ദേവൻ പാർവതിയുടെ മാത്രമാണ് എന്ന് വളർന്നത് കൊണ്ടായിരിക്കണം ദേവദത്തൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്തായിരുന്നു. ആദ്യമൊക്കെ അനീതിയെ പോലെ ആയതുകൊണ്ടാവാം എനിക്ക് അവളെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വയം മാറി പാർവതിയെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു പരിധി കടന്ന ആ സ്നേഹം ഒരു വീർപ്പുമുട്ടലാണ്. പാർവതിയുടെ പ്രണയം അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു. ശരിക്കും ഭ്രാന്തമായ പ്രണയം. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു കേട്ടോ. നാളെ ദത്തൻ്റെ പാസ്റ്റ് പറയും. വലിച്ചു നീട്ടി പറയില്ല കേട്ടാ, മാക്സിമം ഷോർട്ടാക്കിയിട്ടേ പറയുള്ളൂ. എനിക്കിങ്ങനെ വലിച്ചു നീട്ടി പറയാൻ ഇഷ്ടമല്ല. പിന്നെ കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ച് വായിക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പാസ്റ്റ് എഴുതി ഫലിപ്പിക്കാൻ എന്നെ കണ്ട് കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു പാട്ട് നാളെ കാണാം. അല്ല, വൈകുന്നേരം കാണാം. ബൈ. 9 മണിക്ക് കാണാം കേട്ടോ. ബൈ.